പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം അമ്മ അറിയണമേ. അമ്മേ, ഞങ്ങളെ സഹായിപ്പാനായിട്ട് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ. കണ്ണീരോടെ ഈ ഭൂമിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളെ അറിയണമേ. ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടച്ചുറപ്പുള്ളൊരു നല്ല ഭവനം കൊടുത്ത ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കണ്ണീരോടെയും വേദനയോടെയും ജീവിക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീർ നിറഞ്ഞ അവസ്ഥകളെ എടുത്തു മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ആ മക്കൾ ആഗ്രഹിക്കുന്ന ദേശത്ത് അവരെ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കഷ്ടതകളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. അമ്മേ മാതാവേ, എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അവരെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്കായി പോയിരിക്കുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് മുദ്രയിട്ടവരെ കാത്തുള്ളണമേ. മുഖാമുഖം കാണുമ്പോഴും നിന്റെ ഭദ്രമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ അമ്മയെ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സമാധാനമില്ലാത്ത ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണമേ. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യവും ദൈവമേ കൃത്യനിഷ്ഠയോടെ സത്യസന്ധതയോടെയും കൂടി ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ അമ്മേ അവരുടെ ഒപ്പമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. തക്ക സമയത്ത് ഇടപെട്ട ആ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുത്ത് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിച്ച് അമ്മേ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടബാധിതയാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ പാപികളും ഏഴകളുമാണ്. കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്, പോരായ്മകളും ഉള്ളവരാണ്. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. അമ്മേ, ഞങ്ങളുടെ കണ്ണുനീരിനെ ഒന്ന് കാണണമേ. അമ്മേ, ഞങ്ങൾ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്നു. അമ്മേ, ഞങ്ങളെ കൈവിടല്ലേ. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അമ്മ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. എൻ്റെ കർത്താവേ, നിനക്ക് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടല്ലോ. അതെന്താണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ എന്നെ നീ ഒരുക്കണമേ കർത്താവേ. എൻ്റെ മനസ്സുകളെ തുറക്കണമേ കർത്താവേ. സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകണമേ അപ്പ. ആരുടെ മുമ്പിൽ പരിഹാസ പാത്രമാകുവാൻ വിട്ടുകൊടുക്കല്ലേ അപ്പ. കുറവുകൾ നോക്കി കർത്താവേ, നീ ഇത് നികത്തി കർത്താവേ മികവുള്ളവളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തകർന്നു പോകുവാൻ നീ വിട്ടുകൊടുക്കല്ലേ അപ്പ. താഴ്ത്തിക്കെട്ടുവാൻ നീ വിട്ടുകൊടുക്കല്ലേ അപ്പ. നിന്റെ സൃഷ്ടികളായ ഞങ്ങള് നിന്നിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, നീ ഞങ്ങളെ ഉയർത്തണമേ എന്ന് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളെ അപ്പ. ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ. ഞങ്ങളോടൊപ്പമായിരിക്കണമേ ഈശോയെ. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നീ നൽകിയ എല്ലാ
അനുഗ്രഹങ്ങളങ്ങ് ഓർത്ത് നന്ദി പറയുന്നു അപ്പാ. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവർ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.